മഴത്തോരു മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. പുളിക്കൽ തറവാട്ടിലേക്ക് അലീന പോകുമ്പോഴേ അലീനയ്ക്ക് അറിയാമായിരുന്നു അവിടെയുള്ള അംഗങ്ങളാരും അവളെ ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കില്ല എന്ന്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നിരുന്നാലും താൻ അതിനെ തരണം ചെയ്യും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഔതുകുട്ടിച്ചായനെയും കൂട്ടി അലീന പുളിക്കൽ തറവാട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത ക്രൂരതകൾ നേരിടുന്നുണ്ട് എങ്കിലും അവൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും തൻ്റെ പപ്പയുടെ ജീവിതത്തിലേക്ക് എൽസാമയും മക്കളെയും തിരിച്ചു കൊണ്ടുവരണം, പപ്പയുടെ ജീവിതം സുരക്ഷിതമാക്കണം. എപ്പോഴും മദ്യത്തിനടിമയായിരിക്കുന്ന പപ്പ 24 മണിക്കൂറും പുകവലി, അതിൽ നിന്നൊക്കെ പപ്പയ്ക്കൊരു മോചനം വേണം. മക്കളെ എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ പപ്പയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. എന്നെക്കൊണ്ട് പപ്പയുടെ ജീവിതം ഒരുപാട് മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് പപ്പയുടെ ജീവിതം ഇനിയും മാറ്റാനായിട്ട് എനിക്ക് കഴിയും. എൽസാമയെയും കുട്ടികളെയും എല്ലാം പപ്പയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. അങ്ങനെ എനിക്ക് സാധിച്ചേ മതിയാവൂ എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് അലീന പുളിക്കൽ തറവാട്ടിലേക്ക് വരുന്നത്. അവിടെ പല പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് അലീന ആ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. എൽസാമയ്ക്ക് അവിടെ ഒരു റോളുമില്ല, റീത്താമ്മയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന്. റീത്താമ്മ പറയുന്നത് പോലെ മാത്രമേ എൽസാമ കേൾക്കുകയുള്ളൂ എന്നും അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ടോജോയും എൽസയും ടെൽസയും എല്ലാം റീത്താമ്മയുടെ അടിമകളെ പോലെയാണ് കഴിയുന്നത്. അവർക്കവിടെ ഉറച്ചൊരു വാക്ക് സംസാരിക്കാനോ അവരുടെ അഭിപ്രായങ്ങൾ പറയാനോ ഒന്നിനും റീത്താമ്മ സമ്മതിക്കില്ല. റീത്താമ്മ 24 മണിക്കൂറും പപ്പയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളുടെ മനസ്സിൽ പപ്പയെ പറ്റിയുള്ള വിഷം കുത്തി നിറച്ചു വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പപ്പയോടും ടെൽസയ്ക്കും എൽസയ്ക്കും ടോജോയ്ക്കും വലിയ സ്നേഹമൊന്നുമില്ല. പപ്പ അവരുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് തന്നെയാണ് അവരിതുവരെയും വിചാരിച്ചു വച്ചിരിക്കുന്നത്. അവരോട് സംസാരിക്കുമ്പോഴെല്ലാം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പപ്പയോട് വലിയ സ്നേഹമൊന്നും 3 പേർക്കും ഇല്ല എന്ന്. പപ്പ ചെയ്യുന്ന കാര്യങ്ങൾ അവരാരും അറിയുന്നില്ല എന്നുള്ളതും. റീത്താമ്മ അത്ര വലിയൊരു ദുഷ്ടത്തിയാണെന്നും റീത്താമ്മ എൽസാമയെയും മക്കളെയും പപ്പയിൽ നിന്ന് എങ്ങനെയെങ്കിലും അടർത്തി മാറ്റി പപ്പ കൊടുക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്നവളാണെന്നും അലീനയ്ക്ക് മനസ്സിലായി. അവരൊരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇനി പപ്പയുടെ കയ്യിൽ നിന്നും ഒരു നയാ പൈസ പോലും റീത്താമ്മയ്ക്ക് അടിച്ചു പൊളിക്കാൻ കിട്ടില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നുണ്ട്. അലീന പതിയെ പതിയെ അത് ടോജിയോടും ടെൽസിയോടും എൽസയോടും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പപ്പ നിങ്ങളെ ഒരിക്കലും വെറുത്തിട്ടില്ല എന്നും പപ്പയ്ക്ക് കിട്ടുന്നതിൽ പകുതിയോളം രൂപ നിങ്ങളുടെ ചിലവിന് വേണ്ടിയിട്ട് റീത്താമ്മയുടെ അക്കൗണ്ടിലേക്കാണ് അയച്ചു കൊടുക്കുന്നതെന്നും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ലക്ഷങ്ങളാണ് റീത്താമ്മ പപ്പയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നതെന്നും പറഞ്ഞു. ഇതൊക്കെ വലിയ ആഘാതത്തോടു കൂടിയാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. ഇന്നേ വരെ പപ്പ ഞങ്ങൾക്കൊരു ഡ്രസ്സ് പോലും വാങ്ങി തന്നിട്ടില്ല എന്ന് റീത്താമ്മ ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അപ്പോൾ ടെൽസ പറയുകയും ചെയ്യുന്നുണ്ട്, ചേച്ചി ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. റീത്താമ്മ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കുത്തി നോവിക്കും. ഒരു പപ്പയുണ്ട്, അതും ഇത്രയും വലിയൊരു പണക്കാരൻ, കുറേ നായകൾക്ക് തിന്നാൻ കൊടുക്കുന്നതല്ലാതെ നിനക്കൊക്കെ എന്തെങ്കിലും അവൻ വാങ്ങി തന്നിട്ടുണ്ടോ? ആ നായകൾക്ക് എന്തെല്ലാം വാങ്ങി കൊടുക്കുന്നു, അതിൻ്റെ ഒരു അംശമെങ്കിലും നിനക്കൊക്കെ വാങ്ങി തരാത്തെന്താ? കഷ്ടം തന്നെ, നിന്നെയൊക്കെ ഞാനാണ് തീറ്റി പോറ്റുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കും ചേച്ചി. അങ്ങനെയാണ് പപ്പയോട് ഞങ്ങൾക്ക് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം. പപ്പയെപ്പറ്റി ഒരു നല്ല വാക്ക് പോലും റീത്താമ്മ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. അപ്പോൾ അലീന പറയാണ്, എങ്ങനെ പറയും മോളെ, പപ്പ ഇതൊക്കെ ചെയ്തു എന്നറിഞ്ഞാൽ നിങ്ങൾ പപ്പയുടെ അടുത്തേക്ക് പോവില്ലേ? പിന്നെ പപ്പ അയക്കുന്ന പണം കൊണ്ട് ഇവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അവരുടെ മകനോ ഒന്നിനും ജോലിക്ക് പോകുന്നില്ലല്ലോ. ഈ പപ്പയുടെ പൈസ കട്ടുമുടിച്ച് അവനൊക്കെ തിന്നാൻ കൊടുക്കുന്നു റീത്താമ്മ. കാറ് പോലും പപ്പ വാങ്ങിക്കൊടുത്തതാണ്. ഈ വീട്, നിങ്ങൾ താമസിക്കുന്ന വീട് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പപ്പ അധ്വാനിച്ച് ഉണ്ടാക്കി കൊടുത്തതാണ്. എന്നിട്ട് റീത്താമ്മ എന്താ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. നിങ്ങൾ ഇടയ്ക്കെങ്കിലും പപ്പയെ ഒന്ന് കാണാൻ പോകണമായിരുന്നു, പപ്പയെ വിളിക്കണമായിരുന്നു. എങ്കിൽ ആ സത്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചറിയില്ലായിരുന്നു. ഇത്രയും വർഷങ്ങൾ പപ്പയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി നിങ്ങൾക്ക്. പുറമേ കാണുന്ന ദേഷ്യക്കാരനാണെന്നേ ഉള്ളൂ, ഉള്ളിനകത്ത് ഒരു പാവമാണ്. അത് ഇത്രയും ദിവസത്തിനകം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആരുമില്ലാത്തതിൻ്റെ സങ്കടം പപ്പയ്ക്ക് നല്ലോണം ഉണ്ട്. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴും എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് പപ്പ നായ്ക്കളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്. ആരുമില്ല എന്നുള്ളൊരു ചിന്ത വരണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ പപ്പയ്ക്ക് വലിയ സന്തോഷമാണ്. ഞാനിവിടെ വന്നതും അതിനു വേണ്ടി തന്നെയാണ് മോളെ.
എങ്ങനെയെങ്കിലും എൽസാമയുടെ മനസ്സ് മാറ്റി പപ്പയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ പഴയതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കണം. ഇനി പപ്പയുടെ പൈസ മറ്റൊരുത്തനും കൊടുക്കേണ്ട ആവശ്യമില്ല. റീത്താമ്മയുടെ അക്കൗണ്ടിലേക്കൊക്കെ എന്തിനാ അയച്ചു കൊടുക്കുന്നത്? വെറുതെ അവർ കുറേ നക്കാപ്പിച്ച നിങ്ങൾക്ക് തരും, എന്നിട്ട് അവർ സുഖമായി ജീവിക്കുന്നു. അതിൻ്റെ ആവശ്യം ഇനിയില്ല മോളെ. അപ്പോൾ ടെൽസ പറയുന്നുണ്ട്, അതേ ചേച്ചി, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. നേരത്തെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ റീത്താമ്മയുടെ മുന്നിൽ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ധൈര്യമില്ല. അഥവാ എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറയാൻ ശ്രമിച്ചാൽ തന്നെ അമ്മച്ചി ഞങ്ങളെ വഴക്ക് പറയും. റീത്താമ്മച്ചിയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്നും അതുകൊണ്ട് റീത്താമ്മച്ചിയെ ദൈവത്തെ പോലെ കാണണമെന്നും മറുത്തൊരക്ഷരം പറയരുതെന്നുമാണ് അമ്മച്ചിയുടെ കൽപ്പന. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും ചേച്ചി? എനിക്കാണെങ്കിൽ ചേച്ചിയോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എന്താ മോളെ പറയാനുള്ളത്? പറഞ്ഞോ, നിങ്ങളുടെ ചേച്ചിയല്ലേ, ഇനി എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ. അപ്പോൾ ടെൽസ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ റൂമിലേക്ക് വരാം, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. ടോജോയും പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വലിയ ആശ്വാസം തോന്നുന്നു. സ്വന്തം ചേച്ചി എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നു, ധൈര്യം തരുന്നു. ഇനി മറ്റൊന്നും വേണ്ട ചേച്ചി. ഇനി എനിക്ക് പപ്പയെ കാണണം, പപ്പയോട് മാപ്പ് പറയണം. ചേച്ചി വന്നതിൽ പിന്നെ നമുക്കെന്തോ ധൈര്യം കിട്ടിയതുപോലെ തോന്നുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതേ മോനെ, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. ഇത്രയും നാളും ഇതൊക്കെ ഉള്ളിലൊതുക്കി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടത്? ചേച്ചി വന്നില്ലേ, ഇനിയെല്ലാം ശരിയാവും, നമുക്ക് ശരിയാക്കി എടുക്കാന്നേ, നീ സമാധാനപ്പെടും. റീത്താമ്മ ആ വഴിക്ക് വരുന്നത് കാണുമ്പോൾ എല്ലാവരും ഓരോരോ സൈഡിലേക്ക് മാറുന്നുണ്ട്. അലീന മാത്രമാണ് അവിടെ ഉള്ളത്. അലീനയോട് അവർ വളരെ ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നീ ആരാടി? കുറച്ച് നാളല്ലേ ആയോളൂ നീ ഇവിടെ വന്നിട്ട്, എന്നിട്ട് ഈ പിള്ളേരെ നീ മയക്കെടുക്കാൻ ശ്രമിക്കുന്നു. നിന്റെ തൊലിവെളുപ്പേ അതൊക്കെ കൊട്ടാരമറ്റത്ത് കാണിച്ചാൽ മതി. ഇവിടെ നിന്റെ തൊലിവെളുപ്പെന്ന് കണ്ടിട്ട് നിന്റെ അടുത്തേക്ക് വരുന്ന ഒരാണുങ്ങളും ഇല്ല. ഈ പുളിക്കൽ തറവാടെ അങ്ങനെ വളർന്നവരല്ല. നീ കണ്ണും കലാശമൊക്കെ കാണിച്ചിട്ട് ആ സ്റ്റാൻലിയെ മയക്കെടുത്തു. ഇനി ഇവിടെ ആരായ മയക്കെടുക്കാനുള്ളത്? അപ്പോൾ അലീനയ്ക്ക് വലിയ ദേഷ്യം വരികയാണ്. തൻ്റെ പപ്പയോട് ചേർത്ത് അലീനയെ പറയുമ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അലീന വിരലുകൾ ചൂണ്ടി റീത്താമ്മയുടെ നേർക്ക് നിന്ന് പറയുന്നുണ്ട്, ദേ അനാവശ്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, ദേഹത്ത് കൈവയ്ക്കാനും ഞാൻ മടിക്കില്ല. ഓഹോ, നീ അത്രയ്ക്കായോ? എവിടെയോ കിടന്ന് പിഴച്ചു പെറ്റവൾക്ക് ഇത്ര നാക്കും തൻ്റെ ഇടവും വന്നോ? ഈ റീത്താമ്മ ആരാന്നടി നിന്റെ വിചാരം? ഈ റീത്താമ്മയോടെ ഇതുവരെ ഒരുത്തനും എതിർത്ത് സംസാരിച്ചിട്ടില്ല. അവരെയൊക്കെ ഞാനേ ഒതുക്കി കളഞ്ഞിട്ടുകൊണ്ട് സംസാരിച്ചവരെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതൊക്കെ ഏതോ നട്ടലില്ലാത്തവന്മാരായിരിക്കും. എനിക്ക് എൻ്റെ പപ്പ സ്റ്റാൻലി ജോസഫാ, ലെഫ്റ്റനൻറ്റ് കേണൽ സ്റ്റാൻലി ജോസഫ്. അതിൻ്റെ കുറച്ച് തൻ്റെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ആ രക്തമാ എൻ്റെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് അനീതി കണ്ടാലേ ഞാൻ പ്രതികരിക്കും. എൻ്റെ പപ്പയുടെ പണം ഇത്രയും നാൾ തിന്നിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? എന്നിട്ട് പാവം ആ പിള്ളേർക്ക് വല്ല നക്കാപ്പിച്ചയും കൊടുത്തിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളാണോ അവരെ നോക്കുന്നതെന്ന്? എൻ്റെ പപ്പയോട് നിങ്ങൾ ഡെയിലി ഓരോ പൈസയും വിളിച്ച് ചോദിക്കുമ്പോഴേ പപ്പ ലക്ഷങ്ങളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതെല്ലാം നിങ്ങളുടെയും മക്കളുടെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ട് എൻ്റെ അനിയത്തിമാർക്കും അനിയനും നിങ്ങളുടെ നക്കാപ്പിച്ച മാത്രമാണ് കൊടുത്തത്. എന്നിട്ട് അവരുടെ അമ്മയോടും പറഞ്ഞു കൊടുത്തു, സ്റ്റാൻലി നിന്റെ ഭർത്താവ് മക്കളെപ്പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന്. അവരുടെ മനസ്സിലും വിഷം കുത്തിവെച്ചു. നിങ്ങളുടെ മനസ്സിലാണ് വിഷം മൊത്തം ഉള്ളത്. അതുകൊണ്ടേ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അടങ്ങാൻ നോക്ക്. എൻ്റെ മേലെ കയറി ഭരിക്കാൻ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചിലവിലുമല്ല ഞാൻ കഴിയുന്നത് എന്ന് ധൈര്യത്തോടു കൂടി അലീന പറയുമ്പോൾ അവിടെ ടോജോയും ടെൽസിയും എൽസിയും ഒക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. ഇന്നേ വരെ റീത്താമ്മയോട് ഈ വീട്ടിൽ ഒരൊറ്റ മനുഷ്യൻ പോലും എതിർത്ത് സംസാരിച്ചിട്ടില്ല. റീത്താമ്മ എന്താണോ പറയുന്നത് അവിടുന്ന് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. ഇന്ന് റീത്താമ്മയോട് എതിർത്ത് സംസാരിക്കാൻ അലീന ചേച്ചിയുണ്ട്. അങ്ങനെ അവർക്ക് വലിയ സന്തോഷമാവുകയാണ്. റീത്താമ്മയ്ക്ക് തിരിച്ചൊരു ഉത്തരവും പറയാനില്ലാതാവുമ്പോൾ അവൾ തിരിച്ച് റൂമിലേക്ക് കയറി പോവുകയാണ്. ഇത് കാണുമ്പോൾ ഔതുക്കുട്ടിച്ചായനും വലിയ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഔതുക്കുട്ടിച്ചായൻ കൈകൾ കൊട്ടിക്കൊണ്ട് അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അലീനയോട് പറയുന്നുണ്ട്, നന്നായി മോളെ, അവൾക്കിതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അവളുടെ വിചാരമേ അവളാ ഏതോ വലിയ കൊമ്പത്തെ ആളെന്ന്. അവളോട് എതിർക്കാനും നമുക്ക് ആളുണ്ടെന്ന് അവൾ അറിയട്ടെ. അത്ര തൻ്റെടി അവൾ. എൻ്റെ സ്റ്റാൻലിയുടെ ജീവിതം നശിപ്പിച്ചതും അവൾ തന്നെയാണ്. പാവം എൻ്റെ ലാലിച്ചൻ എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട്, ആരും കാണാതെ.
അതിൻ്റെ എല്ലാം വില പറയേണ്ടി വരും ഈ റീത്താമ്മ. അതെ അപ്പച്ച, ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അപ്പച്ച നോക്കിക്കോ, ഈ അലീന ആരാണെന്നേ ആ റീത്താമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ പപ്പയുടെ ഓരോ പണവും ഞാൻ അവരെ നിന്ന് തിരിച്ചു വാങ്ങിക്കും. എന്നിട്ട് എൽസാമ്മച്ചിയെയും മക്കളെയും ഞാൻ പപ്പയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇനി അവർ ആരുടെ പണം കൊണ്ട് തിന്ന് ജീവിക്കുമെന്ന് അറിയട്ടെ. എന്തായാലും ടോജോയ്ക്കും ടെൽസയ്ക്കും എൽസയ്ക്കും എല്ലാം കാര്യങ്ങൾ പിടികിട്ടി. പപ്പയാണ് ഇത്രയും നാളെയും അവരെ നോക്കിയത് എന്നുള്ള കാര്യം. അതിനുശേഷം ടെൽസ അലീനയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നീ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്തോ എന്നോട് പറയാനുണ്ടെന്ന്. അപ്പോൾ ടെൽസ പറയുന്നുണ്ട്, അതേ ചേച്ചി ഇതാരോടും ചേച്ചി പറയരുത്. എന്താന്ന് വെച്ചാൽ പറയ് ടെൽസ. ഞാൻ ആരോടും പറയില്ല ചേച്ചി. റീത്താമ്മയുടെ മകൻ. അത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും മൗനമായിട്ട് നിൽക്കുമ്പോൾ അലീന ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ, എന്ത് പറ്റിയെന്ന് പറ. റീത്തമ്മയുടെ മകൻ എന്ത് ചെയ്തു? അത് ചേച്ചി, അവൻ എന്നെ ഒരു പെങ്ങളെ പോലെ അല്ല ചേച്ചി കാണുന്നത്. എപ്പോഴും ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ റൂമിലേക്ക് വരും. അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. പെങ്ങളെപ്പോലെ അല്ല അവൻ്റെ നോട്ടം. അവൻ ശരീരത്തിലിങ്ങനെ കൈ വയ്ക്കുമ്പോഴും എനിക്കെന്തോ വല്ലാത്ത വിമ്മിഷ്ടം തോന്നുന്നു ചേച്ചി. ഒരു പെങ്ങളോട് ഒരു സഹോദരൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ ഒരു രീതിക്കല്ല ചേച്ചി അവൻ്റെ പെരുമാറ്റം. ജെറിയുടെ പെരുമാറ്റം വളരെ മോശമാണെന്നറിയുമ്പോൾ അലീന ചോദിക്കുകയാണ്, എന്നിട്ട് നീ പ്രതികരിച്ചില്ലേ? നീ ആരോടും ഈ കാര്യം പറഞ്ഞില്ലേ? നിന്റെ സഹോദരൻ ടോജോയോട് പോലും ഈ കാര്യം നീ തുറന്നു പറയാത്തത് എന്താ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ചേച്ചി, ഞാനെങ്ങാനും ഈ കാര്യം തുറന്നു പറഞ്ഞ് ഇനി റീത്താമ്മച്ചിയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാലേ ഞങ്ങൾ കൊന്നുകളയും. എന്നാലും നീ നിന്റെ അമ്മയോടെങ്കിലും ഒരു വാക്ക് പറയണ്ടായിരുന്നോ? അതിൻ്റെ കാര്യം പറയാതിരിക്കുക ചേച്ചി ഭേദം. ഏത് സമയവും പള്ളിയും ഈശോയും കുർബാനയും ഒക്കെ ആയിട്ട് നടക്കുന്ന അമ്മയോട് ഞാൻ എന്താ തുറന്നു പറയേണ്ടത്? എന്തെങ്കിലും ഞാൻ കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പറയും. റീത്താമ്മച്ചിയോ മോനെപ്പറ്റിയോ ഒരു അക്ഷരം നീ മിണ്ടിപ്പോവരുത്. അവരുള്ളത് കൊണ്ടാ അന്നം കുടിച്ച് കിടക്കുന്നതെന്ന്. പിന്നെ ഞാൻ എന്ത് പറയാനാ ചേച്ചി? ഏത് സമയവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകും. ഇതൊക്കെ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് ആരോടും ഒന്നും പറഞ്ഞില്ല. എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചു. ഇനി ഈ കാര്യം ചേച്ചിയോട് പറഞ്ഞെന്നറിഞ്ഞാലേ ഇനി അവൻ എന്നെ കൊന്നുകളയും. അവൻ്റെ സ്വഭാവം അങ്ങനെയാ ചേച്ചി. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. റീത്താമ്മച്ചി അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അവൻ പറയുന്നത് എല്ലാം വാങ്ങിക്കൊടുക്കും. മോൻ്റെ സ്വഭാവം ഇടയ്ക്കെങ്കിലും ഒന്ന് റീത്താമ്മച്ചിക്ക് അന്വേഷിച്ചുകൂടെയോ? പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. കോളേജിൽ ഇതുപോലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാ. അത് കഴിഞ്ഞ് അവനെ അവിടെ നിന്ന് സസ്പെൻഡും ചെയ്തു. എന്നിട്ട് ഈ റീത്താമ്മച്ചി മോൻ്റെ ഭാഗമാണ് പറയുന്നത്. അവൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന്. അവിടെ ചെന്നിട്ടും ഇതുപോലെ എന്തോ പെണ്ണ് കേസാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ടും റീത്താമ്മച്ചി പറയുന്നത് ആ പെണ്ണ് കല്ലും കലാശവും കാണിച്ച് അവനെ മയക്കെടുത്ത് കാണുമെന്നാ. അവനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ എവിടെ വന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ദൈവത്തിനെ പോലെയാ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അപ്പോൾ അലീന പറയാണ്, പേടിക്കണ്ട മോളെ, ഇനി ചേച്ചിയുണ്ട്. ഇനി നിൻ്റെ ശരീരത്തിൽ അവൻ്റെ ഒരു നോട്ടം പോലും വരാതിരിക്കാൻ ചേച്ചി ശ്രദ്ധിച്ചോളാം. മോള് ഒരിക്കലും ടെൻഷൻ ആവണ്ട, ചേച്ചിയുണ്ട് കൂടെ. ഇങ്ങനെയുള്ള ഞരമ്പന്മാരുടെ അസുഖം മാറ്റിക്കൊടുക്കാൻ ചേച്ചിയുടെ കയ്യിൽ കുറേ മരുന്നുണ്ട്. ചേച്ചി ഇത് എത്ര കണ്ടതാ. അതുകൊണ്ട് മോള് ടെൻഷൻ ആവാതെ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ആശ്വാസപ്പെടുത്തി ടെൽസയെ അലീന റൂമിലേക്ക് അയക്കുന്നുണ്ട്. എന്നിട്ട് അലീന ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? സ്വന്തം സഹോദരൻ സഹോദരിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്നു. വളരെ മോശം തന്നെ. ഈ റീത്താമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയത്? സ്വന്തം സഹോദരിയുടെ മക്കളല്ലേ, അവർക്ക് പറഞ്ഞു കൊടുത്തൂടെ? എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതിയെന്ന് കരുതുന്ന ജന്തുക്കൾ. ഇതിന് ഞാൻ എങ്ങനെയെങ്കിലും ചോദിക്കും. പിറ്റേ ദിവസം രാവിലെ ടെൽസ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അലീന അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയത്ത് അവൾ കാണുന്നുണ്ട് ജെറി അവളെ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ കാര്യം? നീ എന്തിനാ അടുക്കളയിൽ വന്ന് നിൽക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഭക്ഷണം വേണോ? പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അപ്പോൾ ജെറി പറയാണ്, നീ ആരാടി അത് ചോദിക്കാൻ? എൻ്റെ വീട്ടിൽ നിന്ന് കയറി വന്നിട്ട് ഞാൻ എവിടെ നിൽക്കണം, എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടതേ ഞാനാ. നീ ഇന്നലെ കയറി വന്നവൾ എന്നെ ഭരിക്കാറായോടി. അപ്പോൾ അലീന പറയാണ്, നിൻ്റെ വീടെന്നോ? ഇതേ എൻ്റെ പപ്പ വാങ്ങിച്ചു കൊടുത്ത വീടാ. അല്ലാതെ നിൻ്റെയോ നിൻ്റെ അമ്മയുടെയോ ഔദാര്യത്തിലല്ല ഞങ്ങളിവിടെ താമസിക്കുന്നത്. മനസ്സിലായോ? അതൊക്കെ നീ അവരോട് പറഞ്ഞാൽ മതി. എന്നോടേ നീ കൂടുതൽ ന്യായീകരണം നടത്തണ്ട. എനിക്കെല്ലാം അറിയാം.
നീ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും എനിക്കറിയാം. നീ എന്തിനാ ആവശ്യമില്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്? മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പൊയ്ക്കോ. നിന്റെ കാര്യങ്ങളെല്ലാം ടെൽസ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വച്ച് നിന്റെ മനസ്സിൽ എന്തെങ്കിലും വൃത്തികെട്ട ദുഷിച്ച ചിന്തകളുണ്ടെങ്കിൽ ഇവിടെ വച്ച് കുഴിച്ചു മൂടിക്കോ. ഇല്ലാന്നുണ്ടെങ്കിലേ ഈ അലീന ആരാണെന്ന് നീ തിരിച്ചറിയും. നിന്റെ റീത്താമ്മയും നീയും ഈ വീട്ടിൽ നിന്ന് പറക്കും. അതുകൊണ്ട് മതിയാക്കിക്കോ നിന്റെ വൃത്തികെട്ട സ്വഭാവം. തിരിച്ചവന് ഒരു ഉത്തരവും പറയാനില്ല. ടെൽസ ഈ കാര്യങ്ങളെല്ലാം അലീനയോട് പറഞ്ഞു കഴിഞ്ഞു എന്നറിയുമ്പോൾ അവൻ വളരെ നാണക്കേട് കൂടി തല കുനിച്ചിട്ടാണ് പോകുന്നത്. ചെറിയ വഴക്ക് പറയുന്നത് കേൾക്കുന്ന റീത്താമ്മ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തിനാടി നീ എൻ്റെ മകനോട് ദേഷ്യപ്പെട്ടത്? നീ അവനോട് മാത്രം ദേഷ്യപ്പെടാറായോ? നിന്നോട് പറഞ്ഞത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലേ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇത്രയും കാലം ആരുടെയും സഹായമില്ലാതെ നോക്കിയത് ഞങ്ങൾ തന്നെയാണ്. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയാവും. നീ അയാളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇവിടെ നടക്കില്ല നിൻ്റെ അഭ്യാസമൊന്നും. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലേ നീ ആ കുളത്തൂപ്പുഴ പോയി സ്റ്റാൻലിയുടെ അടുത്ത് ചെയ്താൽ മതി. അല്ലാതെ എൻ്റെ മോൻ്റെ മെക്കിട്ട് കയറേണ്ട ആവശ്യമൊന്നും നിനക്കില്ല. അപ്പോൾ അലീന ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ്റെ സ്വഭാവം അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട. എനിക്ക് 2 ദിവസം ഇവിടെ നിന്നപ്പോൾ തന്നെ നിങ്ങളുടെ മകൻ്റെ സ്വഭാവ ഗുണത്തെപ്പറ്റി മനസ്സിലായി. നിങ്ങളുടെ മകൻ ഇവിടെ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വാനോളം പുകഴ്ത്തുന്നുണ്ടല്ലോ. എന്തിനാ അവനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? അത് നിങ്ങൾ അന്വേഷിച്ചോ? അപ്പോൾ ഒരു വല്ലാതെ എന്തോ ഒരു പിരിമുറുക്കത്തോടു കൂടി റീത്താമ്മ ഇങ്ങനെ പറയുകയാണ്. അവൻ എന്താ കുഴപ്പം? അവൻ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ. എന്തോ കോളേജിൽ ചെറിയ പ്രശ്നം നടത്തി. അത് അവൻ്റെ ഭാഗത്ത് തെറ്റുമില്ല. അതിനെയും നിങ്ങൾ ന്യായീകരിക്കുകയായിരിക്കും. പക്ഷേ എനിക്കതിന് കഴിയില്ല. എൻ്റെ സഹോദരിമാരോട് അവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് അലീന. ഇത്രയും നാളും അവർ ഈ വീട്ടിലാണ് ജീവിച്ചത്. ഇത്രയും നാളും ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. നീ വന്നു കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇത് കേൾക്കുമ്പോൾ ടെൽസ അടുത്തേക്ക് വരികയാണ്. ടെൽസ റീത്താമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, എന്തിനാ അലീന ചേച്ചിയെ കുറ്റം പറയുന്നത്? റീത്താമ്മയ്ക്ക് അറിയാമോ ഇവിടെ എന്താ നടക്കുന്നതെന്ന്? റീത്താമ്മയുടെ മകൻ എന്നോട് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് കേൾക്കുമ്പോൾ റീത്താമ്മയ്ക്ക് വല്ലാത്ത ഷോക്കാവുകയാണ്. ഇത്രയും നാളും പഞ്ചപുച്ഛം അടക്കി താൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ട് ജീവിച്ചിരുന്ന ടെൽസയൊക്കെ ഇപ്പോൾ തൻ്റെ മുഖത്ത് നോക്കി എതിർത്ത് സംസാരിക്കാറായിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അലീനയുടെ മുഖത്ത് നോക്കി റീത്താമ്മ പറയുന്നുണ്ട്, 2 ദിവസം നീ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള പിള്ളേരെ എൻ്റെ നേർക്ക് തിരിച്ച് എന്നെ എതിരെ സംസാരിക്കാൻ നീ പഠിപ്പിച്ചു കൊടുത്തല്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല, അവർക്ക് ധൈര്യം കൊടുത്തു. എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് അവരുടെ മുഖത്ത് നോക്കി വിളിച്ച് പറയണമെന്ന് ധൈര്യം കൊടുത്തു. ഇത്രയും നാളും അവർ നിങ്ങളുടെ പേടിച്ചായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടുകൾ സഹിച്ച് ജീവിച്ചിരുന്നു. എല്ലാം ഉള്ളിലൊതുക്കി ഒരു തീക്കനലായി കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ അതിനൊരവസരം വന്നപ്പോൾ അവർ പൊട്ടിത്തെറിച്ചു. അതിനെന്താ നിങ്ങൾക്ക്? അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ വാനോളം പുകഴ്ത്തിയ മകൻ്റെ സ്വഭാവ ഗുണത്തെ പറ്റിയാ ഇപ്പോൾ ടെൽസ സംസാരിച്ചത്. സ്വന്തം സഹോദരിയാണെന്ന് പോലും നോക്കാതെ ഡ്രസ്സ് മാറുന്നിടത്തും കിടക്കുന്നിടത്തും വന്ന് കഴുകൻ കണ്ണുകളെപ്പോലെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ മകൻ്റെ വൃത്തികെട്ട സ്വഭാവത്തെ പറ്റിയാ അവളിപ്പോൾ സംസാരിച്ചത്. അതുകൊണ്ടേ എന്നോട് നിങ്ങൾ ചാടിക്കടിക്കാൻ വരാതെ നിങ്ങളുടെ മകനെ ആദ്യം നന്നാക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ ആ തടി മുഴുവൻ ചീത്തയാകും. ഇത്രയും നാളും കണ്ടവൻ്റെ പൈസ കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത തടിയല്ലേ നിങ്ങളുടെ മകൻ്റെത്. അത് മൊത്തവും നശിച്ചു പോവും. അതുകൊണ്ട് മകനോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയും. റീത്താമ്മയ്ക്ക് ടെൽസ കൂടെ റീത്താമ്മയുടെ എതിരെ സംസാരിക്കുമ്പോൾ അവർക്ക് തിരിച്ച് പറയാനൊന്നും കഴിയുന്നില്ല. റീത്താമ്മ ടെൽസയുടെ മുഖത്ത് ഒന്ന് ദേഷ്യത്തോടു കൂടെ നോക്കിയതിന് ശേഷം പറയുന്നുണ്ട്, ഇവളെ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് സ്ഥലമിടും. വീണ്ടും നീയൊക്കെ ജീവിക്കേണ്ടത് ഇവിടെയാ. അത് ഓർത്തോളണം. ഇത്രയും കാലം തിന്ന ചോറിൻ്റെ നന്ദി കാണിക്കടി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ പോകും. അത് കഴിഞ്ഞതിന് ശേഷം ഇവരിവിടെയാണെന്ന് ജീവിക്കുന്നതെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവരെയും ഞാൻ കൊണ്ടുപോകും. ഇനി അവരെല്ലാം ജീവിക്കുന്നത് കുളത്തൂപ്പുഴയില പപ്പയോടൊപ്പം. അതിന് നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. 3 പേരും എൽസാമ്മച്ചിയും കൂടെ ഞങ്ങളങ്ങ് കൊണ്ടുപോകും. എൽസാമ്മച്ചിയും ഇനി പതിയെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ എങ്ങനെ എൻ്റെ പപ്പയുടെ പണം കൊണ്ട് ജീവിക്കുമെന്ന് അറിയട്ടെ. ഇത്രയും കാലം നടന്നു. എല്ലാ കാലവും അങ്ങനെ നടക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നടക്കില്ല.
ഇനി എൻ്റെ പപ്പയുടെ 1 രൂപ പോലും നിങ്ങളെ ഞാൻ ആവശ്യമില്ലാതെ തിന്നാൻ അനുവദിക്കില്ല. വാ ടെൽസ എന്ന് പറഞ്ഞ് ടെൽസയും വിളിച്ച് അലീന റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ടെൽസയും ടോജോയും ഒക്കെ അവിടെയുണ്ട്. ടോജോ പറയുന്നുണ്ട്, ചേച്ചി ആ ഒരു ആവേശത്തിന് ടെൽസ എതിർത്തൊക്കെ സംസാരിച്ചു. പക്ഷേ ചേച്ചി അങ്ങ് 2 ദിവസം കഴിയുമ്പോൾ അപ്പച്ചനെയും കൂട്ടി പോവും. വീണ്ടും ഞങ്ങളിവിടെ ഒറ്റപ്പെടും. ഇനി ഇതുകൂടെ ആവുമ്പോൾ റീത്താമ്മ ഞങ്ങളെ കൊന്നുകളയും ചേച്ചി. അത് കേൾക്കുമ്പോൾ അലീന പറയുകയാണ്, ആര് പറഞ്ഞു നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവുമെന്ന്? അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മക്കളെ. നിങ്ങളെ പപ്പയുടെ അടുത്തേക്ക് എത്തിച്ചിട്ടേ ചേച്ചി ഇനി ഇവിടെ നിന്ന് പോവുള്ളൂ. എൽസാമ്മച്ചിയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് കേൾക്കുമ്പോൾ ഔതുകുട്ടിച്ചായൻ പറയുന്നുണ്ട്, മക്കളെ ഈ ചേച്ചി പൊന്നാടാ, എൻ്റെ ചിന്നമ്മ. അവൾ ആർക്കും ദ്രോഹം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല. നിങ്ങൾ നോക്കിക്കോ, ഇനി നിങ്ങളും നിങ്ങളുടെ അമ്മച്ചിയും ലാലിച്ചനുമായിട്ട് സുഖമായിട്ട് അവിടെ നമ്മുടെ കുളത്തൂപ്പുഴയിൽ നിങ്ങളുടെ അലീന ചേച്ചിയോടൊപ്പം ജീവിക്കും. അത് അലീനയെ കൊണ്ട് സാധിക്കും. അലീന ചേച്ചിയെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നു. ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവൾ ശ്രമിക്കില്ല. അതിനെയെല്ലാം എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ അവൾ ചിന്തിക്കുകയുള്ളൂ. അല്ലപ്പച്ച, ഞാൻ അപ്പോഴത്തെ ഒരു ടെൻഷന് പറഞ്ഞതേ ഉള്ളൂ. അലീന ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞാലേ ഞങ്ങളിവിടെ ഒറ്റപ്പെട്ടു പോവും. പേടിക്കണ്ടടാ ടോജോ, നീ സ്റ്റാൻലിയുടെ മോനല്ലേ, അതിൻ്റെ കുറച്ച് തൻ്റെ ഇടമൊക്കെ കാണിക്കടാ. അപ്പോൾ ടോജോ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ തൻ്റെ ഇടയൊക്കെ ഉണ്ട് അപ്പച്ച, പക്ഷേ ഇവിടെ റീത്താമ്മച്ചിയെ പേടിച്ചിട്ട് ആരും ഒന്നും മിണ്ടത്തില്ല. അമ്മ പോലും ഒന്നും മിണ്ടത്തില്ല. ഇനി ഞാൻ എത്ര പ്രാവശ്യം ഞാൻ അമ്മച്ചിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അമ്മച്ചി നമുക്കിവിടെ നിന്ന് പോവാം, റീത്താമ്മച്ചിയുടെ ഭരണം എനിക്ക് മടുത്തു അമ്മച്ചി എന്നൊക്കെ. പക്ഷേ അമ്മച്ചി അതിന് തയ്യാറാവില്ല. അമ്മച്ചി സ്വന്തം ചേച്ചി അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. എന്ത് പറഞ്ഞാലും റീത്താമ്മച്ചി എന്നുള്ളൊരു വാക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളോട് ഞാൻ എന്ത് പറയാനാ അപ്പച്ച? ഇനി എങ്ങനെയെങ്കിലും അമ്മച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. തിരിച്ച് നമുക്കെല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകണം. അതിനൊക്കെ ഒരു കാലം വരുവാടാ ടോജോ. നമ്മുടെ അലീന മോളല്ലേ ഇരിക്കുന്നത്, അവളെല്ലാം ശരിയാക്കും, നീ പേടിക്കണ്ട. പിറ്റേന്ന് രാവിലെ റീത്താമ്മച്ചി കലി തുള്ളിക്കൊണ്ട് എൽസാമ്മയുടെ അടുത്തേക്ക് പോവാണ്. എടി എൽസാമേ. അപ്പോൾ എൽസാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി? ഹോ, നീ ഒരു പാവം, ഒന്നും അറിഞ്ഞില്ലല്ലേ? അവളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഇത്രയും നാളും നിനക്കൊന്നും ഒരു കുറവും വരാതെ നോക്കിയ എൻ്റെ മേലെ ചാടിക്കെടുക്കാൻ വരുന്നു ആ പെണ്ണ്. നീയൊക്കെ അല്ലേ വളം വെച്ച് കൊടുത്തത്? നീയൊക്കെ എന്താ കരുതിയത് ഞാൻ വെറുതെ ഇരിക്കുമെന്നോ? ഇല്ല, ഈ റീത്താമ്മയെ നിനക്കറിയില്ല. അപ്പോൾ എൽസാമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചേച്ചി, ഞാനൊന്നും അറിഞ്ഞില്ല. ചേച്ചിയോട് എതിർക്കാൻ ഞാൻ ആരോടും പറഞ്ഞില്ല. ചേച്ചി ഒന്ന് വിശ്വസിക്ക്. അങ്ങനെ ചേച്ചിയോട് എതിർക്കാൻ ഞാൻ ആരോടെങ്കിലും പറയുമോ? വേണ്ട എൽസാമേ, നിൻ്റെ അഭിനയമൊക്കെ അങ്ങ് മാറ്റിവെച്ചോ. നിൻ്റെ മക്കളെയും മോനെയും എല്ലാം പറഞ്ഞ് വഴി തിരിച്ച് വിട്ടിരിക്കുക ഇപ്പോൾ ആ പെണ്ണ്. അവൾ എന്നോട് ചാടിക്കഴിക്കാൻ വന്നിരിക്കുന്നു. അതുപോട്ടെ, ഇത്രയും നാളും ഇവിടെ ജീവിച്ചിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഒരു എതിർവാക്ക് പോലും പറയാത്ത ടെൽസ ഇന്നെന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ എൽസാമ്മ ചോദിക്കുകയാണ്, ടെൽസയോ? ടെൽസ എന്നാ ചേച്ചി പറഞ്ഞത്? എന്താ പറഞ്ഞതെന്നോ? അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അയ്യോ ചേച്ചി, അവൾ അറിവില്ലായ്മ കൊണ്ട്. എന്തറിവില്ലായ്മ? ആ പെണ്ണ് അവളെ പറഞ്ഞ് ഓരോന്നും കുത്തി നിറച്ച് വച്ചിരിക്കുക. നീ നോക്കിക്കോ, എല്ലാത്തിനെയും ഞാൻ ശരിയാക്കും. ഇത് കേട്ടുകൊണ്ട് വരുന്ന ടോജോ റീത്താമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എൻ്റെ അമ്മച്ചിയുടെ പുറത്ത് കയറുന്നത്? അമ്മച്ചി ഒന്നും അറിഞ്ഞതല്ല. അമ്മച്ചിയുടെ മേലിൽ ഇനി മേലാൽ ചാടിക്കടിക്കാൻ വരരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ അമ്മച്ചിയുടെ മേലിലല്ല കൊണ്ട് വയ്ക്കേണ്ടത്. ഇനി മേലാൽ നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. എൻ്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇനി നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. ടോജോ കൂടെ എതിർത്ത് സംസാരിക്കുമ്പോൾ റീത്താമ്മ അങ്ങ് ഇല്ലാതായി പോവുകയാണ്. റീത്താമ്മ പറയുന്നുണ്ട്, കണ്ടോടി, കണ്ടോ, നന്ദിയില്ലാത്ത വർഗം, ഇത്രയും നാൾ നോക്കി പോറ്റിയതിന് തന്നതാ സമ്മാനം. അപ്പോൾ ടോജോ പറയാണ്, ആരാ നിങ്ങൾ ഇത്രയും കാലം നോക്കിയെന്ന് പറയാൻ? നിങ്ങൾ എന്ത് പൈസ ചിലവാക്കി ഞങ്ങൾക്ക് വേണ്ടി? ഞങ്ങളുടെ പപ്പയാണ് ഞങ്ങൾക്ക് എല്ലാ പൈസ അയച്ചു തന്നത്. ഞങ്ങളുടെ പപ്പ ഞങ്ങൾക്ക് അയച്ചു തരുന്ന പൈസയെല്ലാം തിന്നു മുടിക്കുന്നത് നിങ്ങളല്ലേ? എന്നിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച മാത്രം ഞങ്ങൾക്ക് തരുന്നു. വേണ്ട, ഇനി നിങ്ങളുടെ കളി ഇവിടെ നടക്കില്ല. എന്നിട്ട് ടോജോ എൽസാമ്മയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മച്ചി,
ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്ന് നോക്കാൻ ശ്രമിക്ക്. ഏത് സമയവും പ്രാർത്ഥനയും കൺവെൻഷനും ഒക്കെ ആയിട്ട് നടക്കാതെ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്ക്. ഞങ്ങളെ പപ്പയുടെ അടുത്തേക്ക് വിടമ്മച്ചി, ഇനി ഞങ്ങളെ പൂട്ടി വെക്കരുതേ. അങ്ങനെ ടോജോ പറയുമ്പോൾ എൽസാമ്മ ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മടുതോരു മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.